സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, +1 ഓണം എക്സാം സ്കൂളാണ് നടത്തുന്നതെന്നാണ് ഇതുവരെയായിട്ട് വന്നിട്ടുള്ളത്. പബ്ലിക്കായിട്ട് ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല, ടൈം ടേബിളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സ്കൂളുകാർ തന്നെയായിരിക്കും നടത്തുന്നത്. എൻ്റെ സ്കൂളിൽ പറഞ്ഞത് 18-ാം തീയതി മുതലായിരിക്കും എന്നാണ് പറഞ്ഞത്, ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അതായത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് 7-ാം തീയതിയാണ്. സോ ഇനി ഒരാഴ്ചയേ ഉള്ളൂ 18 ആവാൻ. അതുവരെ ഞാൻ ഇപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഒന്നും പഠിച്ചിട്ട് സ്കൂളുകാർ നടത്തണമുണ്ട്. സ്കൂളിൽ ഇതുവരെ ഏതുവരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അതുവരെ മാത്രമേ ഇടുള്ളൂ. എനിക്ക് ഫിസിക്സ് 5th ചാപ്റ്ററായി. 5th ചാപ്റ്ററിൽ എനിക്കറിയാവുന്ന ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ്, ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. 2nd ചാപ്റ്റർ കുറച്ചേ അറിയാവുള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ ഞാനൊന്ന് പഠിച്ചുകൊണ്ട് എനിക്കറിയാം. 2nd ചാപ്റ്റർ കുറച്ചേ അറിയത്തുള്ളൂ, ബാക്കിയൊന്നും അറിയത്തില്ല. 3rd ചാപ്റ്റർ അറിയാം, 4th അറിഞ്ഞൂടാ, 5th അറിഞ്ഞൂടാ. അത് നോക്കുമ്പോഴേ അറിയായിരിക്കും, പിന്നെ നോക്കുമ്പോൾ ഒട്ടും അറിഞ്ഞൂടായിരിക്കും ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യും? ഫിസിക്സിൽ മൊത്തത്തിൽ 14 ചാപ്റ്റർ ഉണ്ട്. ഒഫീഷ്യലായിട്ടൊരു ടൈം ടേബിൾ വന്നാൽ മാത്രമേ നമുക്ക് എത്ര ചാപ്റ്റർ ഓണം എക്സാമിന് മുന്നേ തീർക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. സ്കൂളുകാർ ചിലപ്പോൾ അത് പതുക്കെ ആയിരിക്കും പോകണം, ചില സ്പീഡിലായിരിക്കും പോകണം, അത് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മാക്സിമം ചാപ്റ്റേഴ്സ് തീർത്ത് വയ്ക്കണം. സ്കൂളിൽ പഠിപ്പിക്കാതെ എങ്ങനെ പഠിക്കുമെന്നായിരിക്കും, ഓൺലൈൻ ക്ലാസ് കാണും, ചിലപ്പോൾ ട്യൂഷനുള്ളവർ കാണും. എങ്കിലും ഞാൻ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ച അതുപോലും ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടില്ല. അത് ഇനി ഒരാഴ്ച കൊണ്ട് എങ്ങനെ തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓണം എക്സാം അടുത്തിട്ടുണ്ട്. അത് സ്കൂളിൽ നടത്തുന്ന ഓണം എക്സാം ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൂളായിട്ട് പഠിക്കാതെ ഒന്നും ഇരിക്കല്. കാര്യം പബ്ലിക് എക്സാമിന് മുന്നേ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് തീർക്കണം. അത് ഓണം എക്സാമിന് നല്ലോണം പഠിച്ചാൽ മാത്രമേ പബ്ലിക് എക്സാമിന് അടുത്ത ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എല്ലാം കൂടെ പഠിച്ച് മൊത്തത്തിൽ പോയി കിട്ടും. ഞാൻ ഭയങ്കര പഠിപ്പിക്കുന്നുമല്ല, എനിക്ക് ഇതുവരെ ഞാനും ഒന്നും പഠിച്ചിട്ടില്ല, ഇനിയാണ് പഠിക്കാൻ പോണത്. അപ്പോൾ അത് ഞാനൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ എൻ്റെ അവസ്ഥ. ഞാൻ ടെക്സ്റ്റുകളെല്ലാം കൂടെ വാങ്ങിച്ചത് ഓൺലൈനായിട്ടാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. സോ ഗൈസ്, ഞാൻ ടെക്സ്റ്റ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെന്തോ ഒരു ഇഷ്യൂ ആയിട്ട് അത് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ അത് പോയി എന്തോ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തു. 1 മാസത്തോളം ഞാൻ ഇങ്ങനെ അതിൻ്റെ പിറകെ ആയിരുന്നു. പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബയോളജി കിട്ടി ഗൈസ്. ബയോളജി ഇതാണ് NCERTയുടെ ടെക്സ്റ്റ്. ഇത് ഫിസിക്സിൻ്റെ 2 പാർട്ടും കൂടെ 2 പാർട്ടുണ്ട്. അത് രണ്ടും കൂടെയാണ് 14 ചാപ്റ്റേഴ്സ് ഉള്ളത്. 2 എണ്ണവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രിയിൽ 2 പാർട്ടാണ് ഗൈസ് ഉണ്ടായിരുന്നു. ഇതിൽ കൂടെ വെയിറ്റ് കൂടുതലും, ഇതിൽ വെയിറ്റ് കുറവാണ്. ശരിക്കും ഇതിലാണ് എനിക്ക് പഠിക്കാൻ പറ്റുള്ളത്. എനിക്കറിയത്തില്ല, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഇത്രയും ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അതായത് സയൻസ് മൊത്തം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു, അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഗൈസ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് മാത്സ് വാങ്ങിച്ചത് ഗൈസ് ആമസോണിൽ നിന്നായിരുന്നു. ഇതാണ് മാത്സ് ടെക്സ്റ്റ്, എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാത്സ് ടെക്സ്റ്റ് വാങ്ങിച്ചത് ആമസോണിൽ നിന്നായിരുന്നു ഗൈസ്. ഞാൻ ഈ ബുക്കിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്, ബട്ട് ഗൈസ് എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഗൈസ്. അതാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ പറയണത്. പിന്നെ വന്നിട്ട് ലാംഗ്വേജ്, ഇംഗ്ലീഷും ഹിന്ദിയും. സ്കൂളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഹിന്ദി ബുക്ക് എവിടെയാണ്? ഹിന്ദി ഗൈസ്, ഇതാണ് ഹിന്ദി. നെക്സ്റ്റ് ഇതാണ് ഗൈസ് ഇംഗ്ലീഷ്. അപ്പോൾ ഗൈസ് ഇത് രണ്ടും ഞാൻ സ്കൂളിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഓണം എക്സാം ഇപ്പോൾ ഇന്ന ചാപ്റ്റേഴ്സ് കാണുമെന്ന് പറയുമല്ലോ, ആ ഇന്ന ചാപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കും. അതായത് ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് എന്ന് എഴുതിയിട്ട് ഓരോരോ ചാപ്റ്റർ മറ്റേ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, പിന്നെ ചാപ്റ്റർ ഏതോ ഒരു ചാപ്റ്റർ ഉണ്ട്. അങ്ങനെ ചാപ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്യും, ഓണം എക്സാമിൻ്റെ പിന്നെ അത് ടിക്കറ്റ് പോകും. ഇതുവരെ ആ ടിക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, അതാണ് വേറെ കാര്യം. ഞാൻ ഇപ്പോഴൊക്കെ ചെയ്താലും ടിക്ക് കംപ്ലീറ്റ് ആവാറില്ല. അത് ഇനി മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. 6 സബ്ജക്റ്റാണുള്ളത്. സോ നമുക്ക് 10th പോലെ 10 ചാപ്റ്റേഴ്സ്, 10 സബ്ജക്റ്റ് ഒന്നും ഇല്ല, 6 സബ്ജക്റ്റേ ഉള്ളൂ. അതാണെങ്കിൽ കണ്ടമാനം പഠിക്കാനുണ്ട്. അത് 10 സബ്ജക്റ്റിൻ്റെ ഇരട്ടി ഉണ്ടെന്ന് തോന്നുന്നു ഈ 6 സബ്ജക്റ്റ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതുവരെ എനിക്ക് +1 ഒരു ഇതായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതായത് ആ ഒരു എന്തോന്ന് പഠിച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഇതുവരെ ഞാൻ പോയിട്ടില്ല. +1 തുടങ്ങിയിട്ടത് ജൂൺ 18-നല്ലേ തുടങ്ങിയത്. ജൂലൈ ഓഗസ്റ്റ് 18 ആവാൻ പോണു. ഇത് 2 മാസം ആവാൻ പോണു. ഇതുവരെ എനിക്ക് ആ ഒരു
+1 എങ്ങനെയാണ് പഠിക്കാനുള്ളതെന്നുള്ള ഒരു രീതി ഇതുവരെ വന്നിട്ടില്ല. അതിന് വരുത്താൻ നോക്കണം. ഓണം എക്സാം വന്ന്, അപ്പോൾ അതിന് മുന്നേ എല്ലാ ചാപ്റ്റേഴ്സ് തീർത്തിട്ട് ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലോ വീണ്ടും ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഈ ഒരു വർഷം മൊത്തം ഫ്ലോ ഇല്ലാതെ പോകും, അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓണം എക്സാമിന് മാക്സിമം ചാപ്റ്റേഴ്സ് തീർക്കാൻ നോക്കും. സ്കൂളിൽ പഠിപ്പിച്ചത് വരെയൊന്നുമല്ല, എനിക്ക് തീർക്കാൻ പറ്റുന്നത് ഞാൻ തീർക്കും. സ്കൂളിൽ ഇതുവരെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതാണ് സ്കൂളിൽ പഠിപ്പിച്ചതും കാണാമെന്നുണ്ടോ. ആണ് ഗൈസ്, ബോട്ടണിയുടെ ഫുൾ ചാപ്റ്റേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ തുടങ്ങി താഴെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ട് സ്കൂളെന്ന് എഴുതിയിട്ടുണ്ട്, മീ എന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ സ്കൂളിൽ തീർത്ത ചാപ്റ്റേഴ്സ് ഞാൻ ടിക്കറ്റ് പോകും. ഇത് ഒരിക്കലും ടിക്കിടാറില്ല, അതെനിക്കറിയത്തില്ല എന്താന്ന്. ഇതുവരെ ഞാൻ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ടിക്കറ്റ് ഇട്ടില്ല. പക്ഷേ ഇനിയോട്ട് ഇടണം ഗൈസ്. ഞാൻ ആദ്യത്തെ ചാപ്റ്ററിൽ ഞാൻ പഠിച്ചില്ല. മനസ്സിലാവും ഏതൊക്കെ നിങ്ങൾ പഠിച്ചില്ല. നടുക്കോട്ടൊക്കെ ടിക്കിടാം. അപ്പോൾ ഏതൊക്കെ പഠിച്ചില്ല എന്ന് കൺഫ്യൂഷൻ വരാതിരിക്കാൻ മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പേജ് നമ്പറൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ചെയ്യുന്നവർ കാണും, നല്ല കാര്യം. ചെയ്യാത്തവർ കാണും, ചെയ്യണം. ട്യൂഷനുണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ട്യൂഷനുണ്ട്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ട്യൂഷൻ തന്നെയാണ്. സോ അപ്പോൾ എ പ്രൈസ് ഓഫ് ഫ്ലവർ അങ്ങനെ എന്തൊരു ചാപ്റ്ററില്ല, അതാണ് ഇപ്പോൾ ട്യൂഷനിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അത് വായിച്ചിട്ട് എനിക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഡേ ഫുൾ അതാണ് ഗൈസ് വായിക്കുന്നത്. ആ ഒരു ചാപ്റ്റർ എത്ര വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമയമാവും ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ ട്യൂഷന് പോകും, പിന്നെ വരും, പിന്നെ കിടന്നുറങ്ങും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നാളെ വീണ്ടും സ്കൂളിൽ പോകണം, പിന്നെ 2 ദിവസം ലീവുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഫിസിക്സ് ആയിരിക്കും ഞാൻ മിക്കവാറും പഠിക്കാൻ പോകണം. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇനി കെമിസ്ട്രി എല്ലാം അറിയാമെന്നല്ലേ, കെമിസ്ട്രി ഒന്നും അറിഞ്ഞുകൂടാ. ഈ ഓണം എക്സാം വന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാവുള്ളൂ. ഓണം എക്സാം കൊണ്ട് ഞാൻ മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ +1 ക്യാച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കും ഗൈസ്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ബൈ.